ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന ലോ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായാണ്. ഈ വീട് വരുന്നത് 5 സെൻറ്റ് 160 ലിങ്സ് ഏരിയയിലാണ്. മാത്രമല്ല 2200 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും പ്ലസ് ഒരു യൂട്ടിലിറ്റി സ്പേസുമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പഴന്തോട്ടം എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് 2 കാറുകളെല്ലാം പാർക്ക് ചെയ്യാൻ സ്പേസ് നൽകിയ ഈ വീട് മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കാണെങ്കിൽ ഒരു 300 മീറ്റർ മാത്രം ദൂരവും, കോലഞ്ചേരി ടൗണിലേക്ക് 6 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. കൂടാതെ കിഴക്കമ്പലം ടൗണിലേക്കാണെങ്കിൽ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. നമ്മുടെ ഈ വീടിന് ചുറ്റുമതിലെല്ലാം നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വീതി കൂടിയ റോഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല വീടിൻ്റെ മുൻവശത്ത് കോബിൾ സ്റ്റോൺ എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. മനോഹരമായൊരു എലവേഷനിലാണ് കേട്ടോ വീടിൻ്റെ നിർമ്മാണം. അത്യാവശ്യം വലിപ്പമുള്ള മുറ്റം തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 2 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്കിങ്ങിനുള്ള സ്പേസ് നൽകിയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡ് വശങ്ങളെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. കൂടാതെ ഇവിടെ എല്ലാം അത്യാവശ്യം സ്പേസ് നൽകിയിരിക്കുന്നു. കിച്ചൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്ന കിണർ വെള്ളമാണ്. കിണറാണ് നമ്മൾ ഈ കാണുന്നത്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. അത്യാവശ്യം വെള്ളമെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്തൊരു ഏരിയയിലാണ് കേട്ടോ ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലാണെങ്കിൽ അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകിയിട്ടുണ്ട്. ചെറിയ രീതിയിലെല്ലാം അടുക്കള തോട്ടം നിർമ്മിക്കാനുള്ള സ്പേസ് നൽകിയാണ് ഈ വീടിൻ്റെ സെറ്റ് ബാക്ക് ഒരുക്കിയിരിക്കുന്നത്. വീണ്ടും മുൻവശത്തേക്ക് വന്നാൽ തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കും, ഡോർ ഫേസ് ഇരിക്കുന്നത് കിഴക്ക് ദിക്കിലേക്കും, വീടിൻ്റെ ഈ സ്റ്റെപ്പ് വരുന്നത് വടക്ക് ദിക്കിലേക്കുമാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികളിലായാണ് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെന്ന് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നമുക്ക് കാണാം വിശാലമേറിയൊരു ലിവിങ് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. വലിയൊരു TV യൂണിറ്റ് എല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. വലിയൊരു കോർണർ സൈസ് സെറ്റ് ഇടാനുള്ള സ്പേസ് ഇവിടെ ധാരാളമായി തന്നെ ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് പോയാൽ, ഡൈനിങ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഒരു 8-10 പേർ കപ്പാസിറ്റി ഉള്ള ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നൽകുന്നുണ്ട്. ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ ഈ ഒരു ഭാഗത്തായി ഇവിടുത്തെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓപ്പൺ കിച്ചണാണ് കേട്ടോ ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചണിൻ്റെ കൗണ്ടറിൽ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം നൽകിയിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ, ഒരു ക്രീം കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കിച്ചൺ കബോർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. മാത്രമല്ല കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്ലോസി പാറ്റേണിലുള്ള ഗ്രാനൈറ്റ് ആണ്. കിച്ചണോട് ചേർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു സ്പേസിൽ നമുക്ക് വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്യാരൻറ്റിയോട് കൂടിയ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസായ ബെഡ്റൂമാണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും 10, 12, 10, 14 എന്ന അളവിലെല്ലാമാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഗ്യാരൻറ്റിയോട് കൂടിയ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഡൈനിങ് സ്പേസിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ്. ഒരു ക്യാൻഡിലിവർ മോഡലാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നേരെ കയറിച്ചെന്ന് ഇവിടുത്തെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഇവിടുന്ന് എൻട്രി വരുന്നത്. 2 ബെഡ്റൂമുകളും ബാൽക്കണിയിലേക്കും കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കുമാണ് ഇവിടുന്ന് എൻട്രി വരുന്നത്. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ നിർമ്മിച്ച് നൽകുന്നതാണ്. ഇവിടെ വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെ ഫുൾ ലെങ്ത്തിൽ തന്നെ വാൾ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും നൽകിയിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ ചെയ്തിട്ടില്ല, അത് നിർമ്മിച്ച് നൽകുന്നതാണ്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയൊരു ബെഡ്റൂമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാത്റൂം ആണെങ്കിലും മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ നല്ല വലിപ്പത്തിലുള്ള വിശാലമേറിയൊരു ബാൽക്കണിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാൻഡ് റെയിലെല്ലാം GS കോ ട്യൂബിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും നല്ല വലിപ്പത്തിലുള്ള യൂട്ടിലിറ്റി സ്പേസും വീടിൻ്റെ ബാക്ക് സൈഡിൽ അവൈലബിൾ ആണ്. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് എല്ലാം ഈ ഒരു സ്പേസിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഈ ഒരു സ്പേസിലാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഇനി അറിയേണ്ടത് ഇതിൻ്റെ വില ഭാഗമാണ്. ഇതിൻ്റെ വിലയിലേക്ക് പോയാൽ ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന 5.25 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡിലാണ്. 2000ഓളം സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീടിന് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു കണ്ടംപററി ബോക്സി മോഡലാണ് വീട് വരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 250-300 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. ഈ വീടിൻ്റെ വില വരുന്നത് 70 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.